മിടുക്കൻ. വേണ്ട. ഇത് കണ്ടോ എന്റെ മണിക്കുട്ടാ, ഇത് മുഴുവൻ കഴിച്ചിട്ട് പോ. അച്ഛമ്മയ്ക്ക് വയ്യാട്ടോ. അച്ഛന്റെ ചക്കരക്കുട്ടൻ ചോറ് തിന്നോ? ഇല്ല, കഥ പറഞ്ഞു തരാതെ ഞാൻ ചോറ് തിന്നത്തുമില്ല. കഥ പറഞ്ഞു തരാതെ ഞാൻ ഉറങ്ങത്തുമില്ല. അച്ഛമ്മ നല്ല പാട്ടല്ലേ പാടിത്തന്നത്. ഇന്ന് പാട്ട്, നാളെ കഥ. വേണ്ട, എനിക്ക് കഥ കേൾക്കണം. പറഞ്ഞു താ അച്ചിച്ച. അച്ഛൻ വയ്യാതിരിക്കല്ലേ. അച്ഛമ്മേൻ്റെ അടുത്ത് പോയി പറ. ജാനകി, മോന് കഥ പറഞ്ഞു കൊടുത്തേ. ഈ കുട്ടീന്റെ ഒരു കാര്യം. കാലും വയ്യ എന്റെ ഗുരുവായൂരപ്പാ. അമ്പട കള്ളക്കുറുമ്പാ. അപ്പൊ കഥ കേക്കാനായി കുറുമ്പ്. എന്റെ ചക്കര കുട്ടനിങ്ങ വാ. കഥയെങ്കി കഥ. പണ്ട് പണ്ടൊരു രാജ്യത്ത് രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. അഹങ്കാരിയായ മക്കളെ കഥയല്ലേ. എനിക്ക് വേറെ കഥ മതി. ഈ കുറുമ്പന്റെ ഒരു കാര്യം. എന്നാലേ അച്ഛമ്മ വേറെ കഥ പറഞ്ഞു തരാട്ടോ. മുത്തും പവിഴവും നഷ്ടപ്പെട്ടു പോയ ഒരു പാവം തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കഥ. ഏട്ടാ, അവൻ വന്നില്ലേ? ഇല്ല. ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും ജാനകി? ഇങ്ങോട്ട് വരട്ടെ. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവല്ലോ. ഇനി അവനെ വഴക്ക് പറയാനും തല്ലാനും ഒന്നും പോകണ്ട. അതിനെ ഞാൻ പറഞ്ഞോ തല്ലാനാണെന്ന്? അവൻ്റെ ഈ എടുത്തുചാട്ടത്തിനും ദേഷ്യത്തിനും ഒരു അറുതി വരണം. അവനൊരു ജീവിതം പഠിച്ചു തുടങ്ങണം. അത് ഞാനും ആലോചിക്കാതിരുന്നില്ല. ഒരു പെണ്ണ് കെട്ടിയാൽ ചിലപ്പോ അവൻ നന്നാകുമായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട്. അവൻ വന്നു. നാളെ ഞാൻ ആ ബ്രോക്കർ അയ്യപ്പനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പ്രത്യേകിച്ച് എവിടെ പോകാനുണ്ടോ നാളെ? ഇല്ലച്ചാ. എന്നാ നാളെ നീ അവൻ്റെ കൂടെ ഒന്ന് പോകണം. ഇന്ന് അങ്ങാടി വെച്ച് കണ്ടപ്പോൾ ഞാനൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് എന്നാ നാളെ പോണം, മറക്കണ്ട. അവൻ പൊക്കോളും. നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. ആ രമേശിനെയും കൂടെ കൂട്ടിക്കോ. മോനെ പ്രകാശ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല അമ്മേ. ഓരോന്ന് ആലോചിച്ച് വല്ലതും വരുത്തി വെക്കാണ്ട് വന്ന് കിടക്കാൻ നോക്ക്. അമ്മ ഒന്നും തന്നെ. എന്തിനാ അമ്മേ? നിസ്സാരം എനിക്ക് പിടിക്കാത്ത കാര്യം ആരെന്ത് പറഞ്ഞാലും അതൊന്നും മനസ്സിലാക്കാൻ പോലെ നിൽക്കാതെ എടുത്തു ചാടി ഓരോന്ന് ചെയ്യുന്നു. പെട്ടെന്ന് ദേഷ്യം വന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ഇനി അതിനിടയ്ക്കൊരു പെണ്ണും കൂടെ. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കാൻ നിൽക്കണ്ട നീ. അതൊക്കെ ശരിയാവും. നാളെ തന്നെ അച്ഛൻ പറഞ്ഞ കാര്യം ഒന്ന് പോയി നോക്ക്. ഒരു കല്യാണമൊക്കെ കഴിച്ച് കാര്യബോധമൊക്കെ വരുമ്പോൾ ഒക്കെ മാറിക്കോളും. ഇപ്പം തന്നെ കണ്ടോ, ഇങ്ങനെ ആയിരുന്നോ നീ? എന്തൊരു കോലമായിരുന്നു. ഇനി എന്നും വൃത്തിക്കും മെനയ്ക്കും ഒക്കെ നടന്നോണം. കേട്ടല്ലോ? ബാ, ഇപ്പൊ വന്ന് കിടക്കാൻ നോക്ക്.
അവൻ എണീറ്റില്ല ഇതുവരെ? ആ നിങ്ങൾ ഇറങ്ങിയോ? അവൻ കുളിക്കാൻ കയറി. എന്നാ ഇത് അവനെ കൊടുത്തേക്ക്. കയ്യിലൊന്നും കാണൂല. ഈ മുച്ചക്രം കൊണ്ട് ഓടിച്ച് അവൻ എന്ത് കിട്ടാനാ? പിന്നെ അവനോടെ സൈഡായിട്ട് വല്ല ജോലിയും ചെയ്യാൻ പറയണം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതേ അവനോട് ഇന്ന് തന്നെ പോയി നോക്കാൻ പറയണം. ആ പറയാം. ചുണ്ടത്ത് തെച്ചിപ്പൂച്ചുണ്ട്. തെച്ചിപ്പൂവാണ് ചെത്തിപ്പൂവാണ്. ആ ഇനിയും വരാത്തതെന്തേ എന്റെ തുമ്പി നീ ഇനിയും വരാത്ത. ഒരു കാര്യം പറയട്ടെ, എന്റെ ദൈവമേ ഇവനെ കൊണ്ട് തോറ്റു. രമേശ ഓടല്ല രമേശ, ഒരു കാര്യം നിന്നാ ശരിയാവില്ല, ഇടിച്ചിട്ട് പിയാനല്ലേ. അല്ല രമേശ, അവിടെ നിക്ക് രമേശ. ചാടല്ലേ രമേശ, കാലോടിയും. ഇനി പറ എന്താ കാര്യം? അമ്മേ നീ ഓടുന്നില്ലേ? ഇനി ഓടുന്നില്ല. ഇതാ ഞാൻ നിൽക്കാതെ ഓടിയത്. നിന്നോടൊരു കാര്യം പറയാനാ വന്നത്, അല്ലാതെ കാശിന്. പിന്നെന്താ? ഒരു സ്ഥലം വരെ പോകാനുണ്ട്, അയ്യപ്പേട്ടൻ്റെ കൂടെ. ഏത് ബ്രോക്കർ അയ്യപ്പേട്ടനാ? അലിയ നിന്നെ തിളയ്ക്കാനാണല്ലോ പരിപാടി. വാ നീ വേഗം വാ, എണീറ്റ്. ഞാൻ എപ്പോഴാണ് റെഡി? നീ വേഗം എണീറ്റോ. എന്നാ പോവാ. ആ മോനെ, ഞാൻ ബ്രോക്കർ അയ്യപ്പൻ. ആ ചേട്ടാ എനിക്ക് കല്യാണ പ്രായം ആയിട്ടില്ല. ആ മാഷിന്റെ മോനെ കൊണ്ട് കാണിക്കാം. ആ അതിനെ തന്നെ തട്ടിയിടാം. നമുക്കെല്ലാം കിട്ടണ്ടേ, ജീവിച്ചു പോണ്ടേ. നമുക്ക് നോക്കാം. അങ്ങോട്ട് വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ ചെറുക്കനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തുമെന്നാണ് പറഞ്ഞത്. വരട്ടെ. ഞാനിവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ച് പോണ്ടേ പ്രകാശ? ആള് ബ്രോക്കർ ആണെങ്കിലും 10 ഏക്കർ പോലെ മൂപ്പരം നിൽപ്പ്. നല്ല ഈളി. കുഴപ്പമില്ല, നടക്കട്ടെ. കണ്ണുകെട്ടായിരിക്കും ഒരു സാധനം വേണമല്ലോ. അത് കറക്റ്റ്. എന്നാ നമുക്ക് പോയാലോ? പോവാം. നിനക്ക് അങ്ങനെ തന്നെ നടക്കണ്ടേ അയ്യപ്പേട്ട? പത്മിനി, ആ ജംഗ്ഷൻ കഴിഞ്ഞ് അവർ വഴി ചോദിച്ച് വിളിച്ചു. നീ വേഗം കാപ്പി റെഡിയാക്ക്. അവളെന്തിയേ, ഒരുങ്ങിയില്ലേ? ഒരുങ്ങാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഈ പെണ്ണിനെ കൂടെ തോറ്റു. മോളെ കഴിഞ്ഞില്ലേ? എന്തൊരു ഒരുക്കാണിത്. ഇതാ വരുന്നു അമ്മേ. കാക്കി വണ്ടിക്കകത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു.
വേഗം വേടേ രാമേട്ടോയ്. ഇതെന്താ ശബരിമലയ്ക്കാ പോണേ? എൻ്റെ ദൈവമേ. ആ വരൂ വരൂ, കയറിയിരിക്കൂ. ആ വഴി അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? ഏയ് എന്ത് ഹേ കുറച്ച് വെറുതെ സംസാരിച്ച് സമയം കളയാതെ മോളെ വിളിക്ക് ഓ രാമേട്ട. അത് ഞാനങ്ങ് മറന്നു. മോളെ രണ്ടാളുടെയും ചിരി കണ്ടാൽ അറിയാം പരസ്പരം ഇഷ്ടമായെന്ന്. എന്നാ പിന്നെ നമുക്കതങ്ങ് ആലോചിക്കാം അല്ലേ രാമേട്ടാ? പിന്നല്ലാതെ നല്ല മുഹൂർത്തം നോക്കി നമുക്കിതങ്ങ് നടത്താം. ഇന്ന് തന്നെ ഞാൻ അച്ഛനെ വിളിച്ചോളാം. എന്താ? സന്തോഷമായല്ലേ? അയ്യോ കാക്ക. പ്രകാശ. ആ നല്ല ആളാ. എവിടെയായിരുന്നു? പന്തൽ പണി കഴിഞ്ഞ് അങ്ങ് പോയതാ. ഓ പന്തൽ പണിയല്ലേ, എല്ലായിടത്തും എത്തണ്ടേ. എന്തേ കാര്യങ്ങള്? ഓ എല്ലാം ഭംഗിയായിട്ട് നടന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്, ഞാൻ വിളിക്കാം കേട്ടോ. മാഷെന്തിയെ? അച്ഛനകത്തു. ആ എന്നാ ഓക്കെ, എന്നാ ശരി. ഓക്കെ 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 ശരി. ആ മോൻ ഇറങ്ങിയോ? ആമേ ഒരു ട്രിപ്പുണ്ട്. മോനെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, നിനക്ക് അവളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയി കൂടെ? അമ്മ വരുന്നു? അയ്യേ ഞാനോ? ഒന്ന് പോടാ. അയ്യോ ഫോൺ എടുത്തില്ലല്ലോ. ഇതാ ഏട്ടാ. ആ പിന്നെ എന്തായാലും ഒന്ന് ഒരുങ്ങി നിൽക്ക്, എനിക്ക് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. എവിടേക്ക് ഏട്ടാ? ഒന്ന് കറങ്ങാൻ പോകുന്നേ, നീ റെഡിയാവും? പിന്നെ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വന്നല്ലോ. എനിക്ക് വയ്യ പ്രകാശ് ഏട്ടാ, വാ. എനിക്ക് വെള്ളം വേണം. ഓ അതല്ലേ, നീ ഇവിടെ നിൽക്ക്, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. ഏയ് ശ്യാം. ഹേ പവി, എന്തുണ്ട് വിശേഷം? അല്ല ഇവിടെ എന്താ? ഹണിമൂണിന് വന്നതല്ലേ? അല്ല എന്നിട്ട് ആളവിടെ? ഇപ്പൊ വരും. ആ നല്ല ആളുകളാ, 2 പേരും കല്യാണത്തിന് വന്നില്ല. നിനക്കറിയാലോ, നമ്മള് ദേശാടന പക്ഷികൾ പോലെ പാറി നടക്കുന്ന ടീംസാണ്. സാറല്ല, നമുക്ക് അടുത്തേൽ പിടിക്കാം. പോടാ. ആ പ്രകാശ് ചേട്ടാ, ഇത് ശ്യാം, ഇത് നൗഫല്, എൻ്റെ കൂടെ പഠിച്ചതാ. ഹായ്. എന്നാ ശരി പോട്ടെ. ശരി ഓക്കെ. പ്രകാശ് ചേട്ടാ. നീ ഞാൻ വന്നപ്പോഴേക്കും അവർക്ക് പോകണം. നിന്റെ കൈ പിടിച്ച് സംസാരിക്കാൻ മാത്രം എന്ത് ബന്ധാണ് നിങ്ങൾ തമ്മില്? ഒന്ന്
കൈ പിടിച്ചതിനാണോ ഇങ്ങനെയൊക്കെ? മതി, നിന്റെ ടൂറും മറ്റല്ലോ. ഞാൻ വണ്ടി കാണും. എന്താ എന്താ മോളെ, എന്തു പറ്റി? എന്താടാ പ്രകാശ, അവൾ എന്തിനാ കരയുന്നേ? എന്താ ജാനകി, എന്താ ഉണ്ടായത്? അറിയില്ല. മോളാണെങ്കി കരഞ്ഞോണ്ട് അകത്തുപോയി, അവനാണെങ്കി ഒന്നും പറയുന്നുമില്ല. മതി കരഞ്ഞത്, പറ്റിപ്പോയി. അതിന് മാത്രം എന്ത് ചെയ്തിട്ടാ എന്നെ? പറഞ്ഞല്ലോ ഞാൻ, പറ്റിപ്പോയി. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്. മതി, അച്ഛനും അമ്മയ്ക്ക് ഓരോന്ന് തോന്നുന്നു. നീ പോയി കുടിക്കാൻ വെള്ളമെടുക്ക്. എണീക്ക് പ്ലീസ്. ഇനി ഉണ്ടാവില്ല, സത്യം. പവി, ഇത് എന്ത് കണ്ടിട്ടാ? ഇത് എത്രയും മാസം എന്നറിയോ? ഇങ്ങത്താ, നീ പൊക്കോ. സന്തോഷം. ആ, എന്തായാലും ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മുൻപ് 1-2 തവണ സംഭവിച്ചിട്ടുണ്ട്, ചെറുതായിട്ട്. പക്ഷേ അന്നൊന്നും ഇങ്ങനെ വേദന വന്നിട്ടില്ല. എന്തായാലും സ്കാനിങ് റിപ്പോർട്ട് വരട്ടെ. ഡോക്ടർ, ഇത് ഭാര്യയാണ്. ഓട്ടോ ഡ്രൈവറാണെന്നല്ലേ ആ, പറഞ്ഞത്? അതെ. ഡോക്ടർ, എന്തെങ്കിലും? ഇത്തരം കാര്യം മറച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു കിഡ്നി അല്പം പ്രശ്നത്തിലാണ്, ശ്രദ്ധിക്കണം. വൈകാതെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഡോക്ടർ, ഡോണ്ട് വറി, പേടിക്കാതെടോ, നമ്മളൊക്കെ അല്ലേ ഇവിടെ. മരുന്ന് തരാം, മുടങ്ങാതെ കഴിക്കണം. ശരി ഡോക്ടർ. ശരി ഡോക്ടർ. എന്തു പറ്റിയേട്ടാ? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഏയ്, ഒന്നുമില്ലാടി. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു. എന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ... ഏട്ടാ, വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. ഒന്നും സംഭവിക്കാൻ പോണില്ല. അതല്ലേടി. ഏതായാലും ഒന്ന് മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്ക് പ്രകാശ് ചേട്ടാ.
ഒരുപാട് നേരമായി വന്നിട്ട്. ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ കാണണോന്ന് പറഞ്ഞത്? പറയാം. 2 ലൈൻ. ഒന്നും പറയണ്ട, ഞാൻ വീട്ടിൽ വരാം. ഞാൻ ഇറങ്ങട്ടെ. നീ എന്താ ഈ സമയത്ത്? അവളെന്തേ? അവളൊരു ബന്ധുവിനെ കാണാൻ പോയി. പ്രകാശ, നീ കാര്യം പറ. ഏട്ടൻ എന്താ നേരത്തെ? ഇന്ന് ആരായിരുന്നു എൻ്റെ കൂടെ VH-ല്? അതുണ്ണി, ആന്റിയുടെ മോൻ. എന്നിട്ട് കണ്ടില്ലല്ലോ അവനെ കല്യാണത്തിന്? അവൻ മസ്കറ്റിലായിരുന്നു. അവൻ ഇന്നലെയാ വന്നത്. എന്താ ഏട്ടാ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഏട്ടാ, ഞാൻ പറഞ്ഞോട്ടെ. വേണ്ട. അമ്മാ, പ്രകാശ് ചേട്ടാ, പ്രകാശ് ചേട്ടാ, പ്രകാശ് ചേട്ടാ, എണീക്ക്. വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പതുക്കെ. ഏട്ടാ, എവിടെ ഇത്? വരുന്നുണ്ടോ? വരുന്നു മോളെ. ഞാനിവിടെ വിശന്ന് കണ്ണു കാണാതായി. ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എവിടെയാ? ഞാൻ എവിടെ എത്തി. എന്നാൽ ശരി, എന്നാ ചേട്ടൻ വരുമ്പോഴേക്ക് ഞാൻ ഇറങ്ങട്ടെ.
അയ്യോ, ഇതെങ്ങനെ വീണു? ഞാൻ അടുക്കള ഭാഗത്തായിരുന്നു. ഇതെന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഞാൻ കഴിക്കാൻ എടുക്കട്ടെ? അമ്മയോടെ അമ്മ എന്തോ ആവശ്യത്തിനായി പുറത്തു പോയിരിക്കുക. എന്താ ഏട്ടാ? അവനെന്തിനാ ഇവിടെ വന്നേ? ആര്? ഉണ്ണിയോ? പ്രകാശേട്ടൻ വന്നേ, ആദ്യം ആഹാരം കഴിക്കാം. അവനെ നീ നന്നായിട്ട് കഴിപ്പിച്ചതല്ലേ? പ്രകാശേട്ടാ, വെറുതെ ആവശ്യമില്ലാതെ പറയരുത്. നിനക്ക് എന്താ അനാവശ്യം കാണിക്കാം? ഞാനത് പറഞ്ഞതാ തെറ്റല്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്രകാശേട്ടാ. ആ പ്രകാശേട്ടാ, ഒരു പക്ഷേ ഈ അവസ്ഥ വന്നത് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനാവും. അങ്ങനെയൊന്നും പറയല്ലേ ഉണ്ണി. ഇതിൽ കൂടുതൽ എന്തില്ലേ? ഡോക്ടറെ കണ്ട് കിഡ്നി നൽകാൻ ഒരുക്കണമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണം. ഉണ്ണി, ഒന്നും പറയണ്ട, ഞാൻ വീട്ടിൽ വരാം. ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു സർ. ഇത് പറയാനാ ഉണ്ണി വന്നത്? കരയല്ലേ പ്രകാശേട്ടാ? എനിക്കിപ്പോ സങ്കടമൊന്നുമില്ല. ഏട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ. ഏട്ടന്റെ മടി കിടന്ന് എനിക്ക് മരിക്കാമല്ലോ. പക്ഷെ നമ്മുടെ കുഞ്ഞ് ഐസ് എവിടെയാ? സാർ, ടേൺ റൈറ്റ്. കൃഷ്ണേട്ടാ, നമ്മുടെ മോള്. ഡോക്ടർ, ഡോക്ടർ പവി, ഐ ആം സോറി. കുട്ടിയെ മാത്രമേ കിട്ടിയുള്ളൂ. ആൺകുട്ടിയാണ്. പവിഴം ഷീസ് നോ മോർ. എടാ നന്ദി കെട്ട നായേ, ഒരു ജീവിതം കൊടുക്കേണ്ട കൃഷ്ണേട്ടാ. നേർച്ചയും വഴിപാടും നേർന്ന് കിട്ടിയ എന്റെ മോൾക്ക് ഒരു കൂട്ടായി നീ വന്നപ്പോ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു മകനെയാണെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് തെറ്റാണ് എന്റെ മോള് നിന്നോട് ചെയ്തത്? ദ്രോഹി!
ഒരു പാവം പെണ്ണിനെ കൊന്നിട്ട് മുതല കണ്ണീര് ഒഴുക്കുന്നു. കഴിവേരുടെ മോൻ. എണീക്കടാ റാസ്കൽ. സാറ് പറഞ്ഞത് കേട്ടില്ലേ? എണീക്കടാ. എക്സ്ക്യൂസ് മീ സാർ, ഇത് ഹോസ്പിറ്റലാണ്. ചോദ്യം ചെയ്യലൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി. അറിയാം, നന്നായിട്ടറിയാം. ഞങ്ങളുടെ ചോദ്യം ചെയ്യലിവൻ താങ്ങില്ല. ഭാസ്കർ, തൂക്കിയെടുത്ത് വണ്ടിയിലിടണേ. വാടാ ഇവിടെ. കൃഷ്ണമാഷേ, എന്റെ മക്കൾക്ക് മാഷിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ 100 നാവാ. മാഷിന് ഇങ്ങനെ ഒരു മകൻ. സാർ, എനിക്കൊരു മകനേ ഉള്ളൂ. അവൻ ചത്തു. എന്തൊരു കോലമായിരുന്നു. ഇനി എന്നും വൃത്തിക്കും മെനക്കും ഒക്കെ നടന്നോണം. കേട്ടല്ലോ? ഡോ, സ്ഥലത്തി ഇറങ്ങുന്നില്ലേ? താടി ഒന്ന് ട്രിം ചെയ്യണം. പ്രകാശനല്ലേ അത്? അവനെന്നാ ചേരുന്നു വന്നത്? അമ്മേ, ഇനി എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല അമ്മേ. എല്ലാം എനിക്ക് നഷ്ടമായി. എല്ലാം ഒരിക്കലും നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി വന്നതല്ല. ഇപ്പം എൻ്റെ മോന് വേണ്ടിയാണ് വന്നത്. അവനെ മറന്നേക്ക്. അവനെ അവര് കൊണ്ടുപോയി. അവനെ കാണാനുള്ള അവസരം കൂടെ നീയായിട്ട് കളയരുത്. അമ്മേ, അച്ഛാ, അച്ഛാ, അങ്ങനെ വിളിക്കരുത് നീ. ആ വിളിക്ക് ഇനി പ്രസക്തിയില്ല. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല അച്ഛാ. അവനെ മറന്നേക്ക്. അവനെ അവര് കൊണ്ടുപോയി. അവനെ കാണാനുള്ള അവസരം കൂടെ നീയായിട്ട് കളയരുത്. എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല. എവിടൊക്കെ ചാകാണ വാങ്ങിയിരിക്കാം.
എവിടെ ഇത് വരുന്നുണ്ടോ? ഞാനിവിടെ വിശന്ന് കണ്ണു കാണാതായി. ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ എവിടെയാ? ഏട്ടാ, ഏട്ടാ, ഭാവി 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 മണിക്കുട്ടാ, മോനെ മണിക്കുട്ടാ. അമ്മേ